ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് നമുക്ക് താങ്ങാൻ 24 സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. ഇപ്പോൾ സൈന്യവും അതുപോലെ മറ്റ് റെസ്ക്യൂ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയുമായിട്ടും സംസാരിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ദില്ലിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് രാത്രിയോടുകൂടി ഇവിടെ എത്തിച്ചേരും. മറ്റ് മന്ത്രിമാരെല്ലാം ഇതിനുള്ള ഏകോപനം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അതുപോലെ ലോക്കൽ ഭരണകൂടവും എല്ലാവരും ഒരുമിച്ച് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള അല്ലെങ്കിൽ പരിക്ക് പറ്റിയവരെ രക്ഷിക്കാനും ബാക്കി ഒറ്റപ്പെട്ടു പോയവരെ സഹായിക്കാനൊക്കെയുള്ള ശ്രമങ്ങളാണ്. ഞങ്ങളും എല്ലാ നിലയിലും ഈ ഒറ്റപ്പെട്ടു പോയവർക്കും ഭക്ഷണം, വെള്ളം, മരുന്ന് ഈ ആവശ്യങ്ങൾക്കെല്ലാം എത്തുന്നവർക്ക് എല്ലാം സഹായിക്കാനും ഞങ്ങൾ പ്രവർത്തകന്മാർ തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വലിയ സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. എല്ലാവരും ചേർന്ന് ഈ നാടിനെ ഈ ദുരന്തത്തിൽ നിന്ന് കരകയറ്റാനുള്ള അക്ഷീണമായിട്ടുള്ള പരിശ്രമത്തിലാണ്. അവിടെ കുടുങ്ങിയിരിക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നതാണ് ഇപ്പോൾ വെല്ലുവിളിയായിട്ട് മാറുന്നത്. അപ്പോൾ അതിനുള്ള കേന്ദ്രത്തിന്റെ സഹായം അത് സൈന്യത്തിനും അതുപോലുള്ള അങ്ങനെയുള്ള ഏജൻസികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം അങ്ങോട്ടുള്ള യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ്, പാലം തകർന്നിരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ തകർന്നിരിക്കുന്നു. റെസ്ക്യൂ നടത്താൻ അവിടേക്ക് ആളുകൾക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവുമോ, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുമോ എന്നുള്ള പേടിയിലുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ വളരെ വളരെ അസാധാരണമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ കഠിനമായിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായിട്ടും കെ സുരേന്ദ്രന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ 24-ലൂടെ കണ്ടത്. അതീവ ദുഃഖകരമാണ് സംഭവം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ മേപ്പാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം 24-നോട് പ്രതികരിച്ചിട്ടുള്ളത്. നിലവിൽ 35 മൃതദേഹങ്ങളാണ് മേപ്പാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുള്ളത്. അതിൽ 18 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യാനുള്ള വിവരം. ആഷ്മി താജ് ഇബ്രാഹിമിന് ചില വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനുണ്ട്. ആഷ്മി, പറയൂ. ഈ ചെളി നിറഞ്ഞ വഴിയിലേക്ക് എത്താൻ പറ്റുന്ന പ്രശ്നമുണ്ട് സ്കേൻ. അതുകൊണ്ട് തന്നെ അതീവ ദുഷ്കരമാണ് ഈ രക്ഷാദൗത്യം. അതീവ ദുഷ്കരമാണെന്ന് തന്നെ പറയാം. ദാമോദരൻ, കൗസല്യ, സുഹാന, വാസു, ആയിഷ എന്നീ പുതിയ പേരുകൾ കൂടി എന്നീ പുതിയ മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയുന്നുണ്ട്. ദുരന്ത മേഖലയിൽ നിന്ന് ദൃശ്യങ്ങൾ വല്ലാത്തവണ്ണം ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്ന ആകാശ ദൃശ്യങ്ങൾ വല്ലാതെ ഉയരുന്നു. മരണസംഖ്യ വല്ലാതെ ഉയരുന്നു. സ്കേൻ ഓരോ മണിക്കൂർ കഴിയുന്തോറും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയിൽ ഞെട്ടുകയാണ് നാട്. കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഒരു വലിയ ദുരന്തങ്ങളൊന്നായി ഒരു വലിയ പ്രകൃതി ദുരന്തം ഒന്നായി മാറുന്നു. ഇത് വിജീഷ് 37 വയസ്സ്, സുമേഷ് 35 വയസ്സ്, സലാം 39, ശ്രേയ 19, പ്രേമലീല, റിജിന തുടങ്ങി ഈ പറയുന്ന 60 കടന്ന കണക്കിൽ 17ഓളം പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടൊപ്പം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത് പ്രധാനമായും മേപ്പാടി ഹെൽത്ത് സെൻ്ററിലാണ് കൂടുതൽ മൃതദേഹങ്ങളുള്ളത്. അങ്ങോട്ടേക്ക് ഈ ബന്ധുക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നു. ആക്കാൻ ദൃശ്യങ്ങളൊക്കെ വല്ലാത്ത ദൃശ്യങ്ങൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരൊന്ന് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നവർ അവർ ജീവനോടെയാണോ അല്ലാതെയാണോ എന്ന് അറിയാൻ കഴിയാതെ അങ്ങോട്ടേക്ക് എത്തുന്നവരുടെ വേദന, വിലാപം, സങ്കടമൊക്കെ വല്ലാത്ത കണ്ണീർ കാഴ്ചയാവുന്ന ഏറ്റവും പ്രധാന മുണ്ടക്കയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അത് തന്നെയാണ്.